കരിങ്കൽ കെട്ടിടങ്ങൾക്കുള്ളിലെ ആ പച്ചപ്പുൽ മൈതാനത്തേക്ക് അവൻ നടന്നു കയറുമ്പോഴെല്ലാം അത് വെറും ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് മാത്രമല്ല എന്ന് ആരാധകർക്ക് തോന്നിയിട്ടുണ്ടാകാം. അതൊരു മജീഷ്യന്റെ പെർഫോമിംഗ് സ്റ്റേജാണ്. തലയിൽ പാറിപ്പറക്കുന്ന കറുത്ത നീളൻ മുടികൾ, കാതുകളിൽ തിളങ്ങുന്ന കടുക്കൻ, ചുണ്ടുകളിൽ എല്ലാ സമ്മർദ്ദങ്ങളെയും കാറ്റിൽ പറത്തുന്ന ആ നിഷ്കളങ്കമായ പുഞ്ചിരി. കാണികളുടെ ആർപ്പുവിളികൾക്കിടയിലൂടെ അയാൾ പന്തിലേക്ക് കാലുകൾ വെക്കുമ്പോൾ എതിരാളികളുടെ നെഞ്ചിലൊരു ഇടിമിന്നൽ പായും. അയാളുടെ കാലുകളിൽ പന്തെത്തുമ്പോൾ അത് വെറും ഒരു ലെതർ പന്തല്ലാതായി മാറുന്നു. കവിതാ ശകലങ്ങൾ പോലെ, സംഗീതം പോലെ അതാ മൈതാനത്ത് ഒഴുകി നടക്കാൻ തുടങ്ങും. അവൻ ബാക്ക് ഫ്ലിപ്പുകൾ ചെയ്യുമ്പോൾ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ ഇലാസ്റ്റിക്കോ ഡ്രിബ്ലിങ്ങുകളിലൂടെ ഡിഫൻഡർമാരെ കാഴ്ചക്കാരാക്കി കടന്നുപോകുമ്പോൾ ഫുട്ബോൾ വെറുമൊരു ജയപരാജയങ്ങളുടെ കളിയല്ലാതായി മാറും. അത് കാണികളുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഒരു സീക്രട്ട് ആർട്ടായി പുനർജനിക്കുകയായിരുന്നു. ആ സാമ്പ മന്ത്രവാദിയുടെ പേരാണ് റൊണാൾഡീഞ്ഞോ. ബ്രസീലിലെ പോർട്ടോ അലേഗ്രയിലെ കൊച്ചു ഗ്രാമം, ദാരിദ്ര്യം, പട്ടിണിക്കോലമിട്ട തെരുവുകൾ, അവിടെയായിരുന്നു ഡീഞ്ഞോ ജനിച്ചതും വളർന്നതുമെല്ലാം. അദ്ദേഹത്തിന്റെ അച്ഛൻ കപ്പൽശാലയിലെ പണിക്കാരനും പ്രാദേശിക ഫുട്ബോൾ ക്ലബിലെ കളിക്കാരനുമായിരുന്നു. അന്ന് ഡീഞ്ഞോയ്ക്ക് 8 വയസ്സായിരുന്നു പ്രായം. നീന്തൽ കുളത്തിലുണ്ടായിരുന്ന അപകടത്തിൽ അച്ഛൻ അവനെ തനിച്ചാക്കി മടങ്ങി. ആ കൊച്ചു ഹൃദയം തകർന്നുപോയ നിമിഷമായിരുന്നു അത്. ആ ആഘാതത്തിൽ നിന്നും വേദനയിൽ നിന്നും കരകയറാൻ അവൻ ആകെ പിടിച്ച പിടിവള്ളി ഫുട്ബോൾ മാത്രമായിരുന്നു. മുതിർന്ന കുട്ടികൾക്കൊപ്പം അവൻ ചേരികളിലെ കോൺക്രീറ്റ് തറകളിലും ഈറൻ മണ്ണിലും മണൽപ്പരപ്പിലും പന്തിനു പിന്നാലെ പാഞ്ഞു. ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ കുട്ടിയായതുകൊണ്ട് എല്ലാവരും അവനെ വിളിച്ചു റൊണാൾഡീഞ്ഞോ, അതായത് ചെറിയ റൊണാൾഡോ. ഫുട്സാൽ കോർട്ടുകളിലെ ഇടുങ്ങിയ ഇടങ്ങളിൽ കളിച്ചാണ് പന്തിനുമേലുള്ള ആ അത്ഭുതകരമായ നിയന്ത്രണവും സങ്കീർണമായ ഡ്രിബ്ലിംഗ് തന്ത്രങ്ങളും അവൻ സ്വായത്തമാക്കിയത്. ജീവിതം ഫുട്ബോളിൽ മാത്രം കടിച്ചു തൂങ്ങിക്കിടന്നിരുന്ന ആ ബാല്യകാലത്തായിരുന്നു, കൃത്യമായി പറഞ്ഞാൽ അയാളുടെ 13-ാം വയസ്സിലായിരുന്നു റൊണാൾഡീഞ്ഞോയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ മാച്ച് അരങ്ങേറുന്നത്. അന്ന് റൊണാൾഡീഞ്ഞോയുടെ ടീം എതിർ ടീമിനെ പരാജയപ്പെടുത്തിയത് എതിരില്ലാത്ത 23 ഗോളിനായിരുന്നു. അന്നത്തെ മത്സരത്തിൽ തന്റെ ടീം നേടിയ 23 ഗോളുകളും അടിച്ചത് റൊണാൾഡീഞ്ഞോ തന്നെയായിരുന്നു. ആ കുഞ്ഞു വിത്ത് നാളെ ലോകം കീഴടക്കുന്ന ഭീമൻ വൃക്ഷമായി മാറുമെന്ന് അന്ന് ആ കളി കണ്ടവരെല്ലാം തിരിച്ചറിഞ്ഞു. ഒരുപാട് വർഷം ജൂനിയർ ടീമിൽ കളിച്ച ശേഷമാണ് ഡീഞ്ഞോ ബ്രസീലിയൻ ഫസ്റ്റ് ടീമിനൊപ്പം ജോയിൻ ചെയ്യുന്നത്. 1999-ൽ ബ്രസീലിന്റെ ലോകകപ്പ് ക്യാപ്റ്റൻ ഡൂങ്കയെ പോലുള്ള ഇതിഹാസ താരങ്ങളെ പോലും കളിയാക്കി തോൽപ്പിച്ച് അവൻ വാർത്തകളിൽ നിറഞ്ഞു. സ്വാഭാവികമായും ഇത്രയും കഴിവുള്ള ആ 18-കാരനെ വമ്പൻ ക്ലബ്ബുകൾ നോട്ടമിട്ടു. ആദ്യം വലവീശുന്നത് ആഴ്സണലായിരുന്നു. കൈമാറ്റം ഏകദേശം എല്ലാം സെറ്റാവുകയും ചെയ്തു. എന്നാൽ ഇംഗ്ലണ്ടിൽ കളിക്കാനുള്ള വർക്ക് പെർമിറ്റ് ലഭിക്കാൻ റൊണാൾഡീഞ്ഞോയ്ക്ക് കഴിഞ്ഞില്ല. അതിനാൽ കാര്യങ്ങളെല്ലാം തകർന്നു. ആഴ്സണലിന് ആ ഡീൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ആഴ്സണൽ കരാർ തകർന്നതുകൊണ്ട് സ്കോട്ട്ലാൻഡിലേക്ക് പോയി സെന്റ് മിറന് വേണ്ടി കളിക്കുന്ന കാര്യം റൊണാൾഡീഞ്ഞോ പരിഗണിക്കുകയാണ്. എന്നാൽ മുമ്പൊരു വ്യാജ പാസ്പോർട്ട് വിവാദത്തിൽ പെട്ടിരുന്നതിനാൽ ആ നീക്കവും നടപ്പായില്ല. അങ്ങനെ റൊണാൾഡീഞ്ഞോ ഫ്രഞ്ച് ലീഗിലേക്ക് വണ്ടി കയറി. PSG അവനെ സ്വന്തമാക്കി. നൈജീരിയൻ സ്ട്രീറ്റ് ഫുട്ബോൾ ഇതിഹാസം JJ ഒക്കോച്ചയ്ക്കൊപ്പം ചേർന്ന് അവൻ പാരീസിൽ സാമ്പാ നൃത്തം ചവിട്ടി. എന്നാൽ കളിക്കളത്തിലെ വിസ്മയങ്ങൾക്കൊപ്പം പാരീസിലെ രാത്രി ജീവിതവും പാർട്ടികളും അവനെ വശീകരിച്ചു തുടങ്ങി. പരിശീലകൻ പരാതികൾ ഉയർത്തിയെങ്കിലും വാരാന്ത്യങ്ങളിൽ മൈതാനത്തിറങ്ങിയാൽ അവൻ കാട്ടുന്ന മാജിക് കണ്ടാൽ ആർക്കും അവനോട് ദേഷ്യം തോന്നില്ലായിരുന്നു. 2002 ലോകകപ്പിൽ റൊണാൾഡോ, റിവാൾഡോ എന്നിവർക്കൊപ്പം 3R സഖ്യം തീർത്ത് റൊണാൾഡീഞ്ഞോ ലോകത്തെ വിറപ്പിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ 40 യാർഡ് അകലിൽ നിന്ന് അവൻ തൊടുത്ത ആ മാന്ത്രിക ഫ്രീ കിക്ക് ഡേവിഡ് സീമാന്റെ തലയ്ക്ക് മുകളിലൂടെ വലയിൽ പതിച്ചപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളൊന്നായി അത് മാറി. ബ്രസീൽ തങ്ങളുടെ 5ാം ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ടു. 2003-ൽ തകർച്ചയിലായിരുന്ന ബാഴ്സലോണ എന്ന ഭീമൻ ക്ലബിനെ വീണ്ടെടുക്കാൻ ജോവാൻ ലപ്പോർട്ട 30 മില്യൺ യൂറോയ്ക്ക് റൊണാൾഡീഞ്ഞോയെ സ്വന്തമാക്കി. ആ തീരുമാനം ക്ലബിന്റെ ചരിത്രം മാറ്റിമറിച്ചു. സെവിയയ്ക്കെതിരെ സ്വന്തം പകുതിയിൽ നിന്ന് പന്തുമായി കുതിച്ച് 30 യാർഡ് അകലിൽ നിന്ന് അവൻ തൊടുത്ത മിസൈൽ പോലുള്ള ഗോൾ, അത് ലോകത്തിന് മുന്നിൽ റൊണാൾഡീഞ്ഞോ എന്ന മാന്ത്രികൻ വെച്ച് നീട്ടിയ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ക്ലബ്ബ് നായകൻ കാർലസ് പുയോൾ പിന്നീട് പറഞ്ഞ വാക്കുകളിൽ എല്ലാം ഉണ്ടായിരുന്നു. അവൻ ബാഴ്സലോണയ്ക്ക് ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ആത്മാവിനെ തിരികെ നൽകി, ഞങ്ങളെ വീണ്ടും ചിരിക്കാൻ പഠിപ്പിച്ചു. 2005 നവംബറിൽ സാന്റിയാഗോ ബെർണബ്യൂവിൽ നടന്ന എൽ ക്ലാസിക്കോയിൽ റൊണാൾഡീഞ്ഞോ കുറിച്ച ചരിത്രം അത് മനോഹരമായ ഒരു കവിത പോലെയായിരുന്നു. റയൽ മാഡ്രിഡിന്റെ ലോകോത്തര പ്രതിരോധ നിരയെ തച്ചു തകർത്ത് അവൻ നേടിയത് 2 ഗോളുകളാണ്. അതിനുശേഷം ചിരവൈരികളായ റയൽ മാഡ്രിഡ് ആരാധകർ പോലും എഴുന്നേറ്റ് നിന്ന് അവന് കൈയടിച്ചു. ഡിയേഗോ മറഡോണയ്ക്ക് ശേഷം വിരോധികൾ പോലും ആദരിച്ച ഒരേയൊരു ബാഴ്സലോണ താരമായി അവൻ മാറി. തുടർച്ചയായി ഫിഫ ലോക ഫുട്ബോളർ പട്ടങ്ങളും ബാലൻഡിയോർ പുരസ്കാരങ്ങളും സ്വന്തമാക്കിയ അയാൾ 2006-ൽ ബാഴ്സലോണയെ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലേക്ക് എത്തിച്ചു. ഇതിനിടയിൽ ലയണൽ മെസ്സി എന്ന 17-കാരന്റെ ആദ്യ ഗോളിന് അസിസ്റ്റ് നൽകി. അതായിരുന്നു മെസ്സി എന്ന അധികായന്റെ തുടക്കം. ഡീഞ്ഞോ വച്ച് നീട്ടിയ ആ പാസ് ഇല്ലായിരുന്നുവെങ്കിൽ തനിക്ക് ചിലപ്പോൾ ഫുട്ബോൾ ലോകത്ത് ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല എന്ന് മെസ്സി പോലും പിന്നീട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ സുവർണ കാലഘട്ടം അധികകാലം നീണ്ടു നിന്നില്ല. പരിശീലനത്തെക്കാൾ പാർട്ടികളെയും മദ്യത്തെയും സ്നേഹിച്ചവൻ 2008-ൽ
പെപ് ഗാർഡിയോള എന്ന പുതിയ പരിശീലകന്റെ വരവോടെ ബാഴ്സയിൽ നിന്നും പുറത്തായി. മെസ്സിയെ റൊണാൾഡീഞ്ഞോയുടെ നൈറ്റ് ലൈഫ് ശൈലി സ്വാധീനിക്കാതിരിക്കാനായിരുന്നു ആ തീരുമാനം. AC മിലാനിലും ബ്രസീലിയൻ ക്ലബ്ബുകളിലും കളിച്ചെങ്കിലും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്താൻ പിന്നീട് റൊണാൾഡീഞ്ഞോയ്ക്ക് ആയില്ല. 2020 വ്യാജ പാസ്പോർട്ട് കേസിൽ പരാഗ്വേയിൽ ജയിലിലായപ്പോൾ പോലും അവിടെയുള്ള തടവുകാരുടെ ഫുട്സാൽ ടൂർണമെന്റിൽ പങ്കെടുക്കുകയും 11 ഗോളുകൾ അടിച്ച് തന്റെ ടീമിന് കിരീടം നേടിക്കൊടുക്കുകയും ചെയ്തു ആ മാന്ത്രികൻ. പണവും പ്രശസ്തിയും കിരീടങ്ങളുമല്ല, മറിച്ച് കളിക്കളത്തിൽ കാണികൾക്ക് നൽകിയ അവിശ്വസനീയമായ ആനന്ദമായിരുന്നു റൊണാൾഡീനിയുടെ സമ്പാദ്യം. അവൻ വന്നു, അവൻ കണ്ടു, അവൻ നൃത്തം ചെയ്തു, അവൻ ലോകം കീഴടക്കി. തന്റെ മുഖത്ത് ഒരിക്കലും മായാത്ത ആ വലിയ പുഞ്ചിരിയുണ്ട്. ഇപ്പോൾ തന്റെ 46-ാം വയസ്സിൽ ഡീനിയോ മറ്റൊരു തിരിച്ചുവരവിന് വഴി തുറക്കുകയാണ്. ഇറ്റാലിയൻ 3rd ഡിവിഷൻ ക്ലബ്ബായ റവീന FC-ക്ക് വേണ്ടി അയാൾ തന്റെ തങ്കപാതുകം ഒരിക്കൽ കൂടി അണിയാനൊരുങ്ങുന്നു. പ്രായം തളർത്തിയിട്ടുണ്ടാകുമായിരിക്കാം, മനുഷ്യ സഹജമായ പ്രശ്നങ്ങൾ അയാളിൽ പ്രകടമായിരിക്കാം. എന്നാൽ എന്നും അയാൾ ഫുട്ബോൾ ലോകത്ത് നൽകിയ ഓർമ്മകൾ മരിക്കാതെ ഓർക്കപ്പെടുക തന്നെ ചെയ്യും.